നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പാലക്കോട് ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന 5 സ്ഥാപനങ്ങൾക്ക് ആകെ 45,000 രൂപ പിഴ ചുമത്തി. നിരോധിത ഉൽപ്പന്നമായ 300 മില്ലിയുടെ 8 കേസ് കുടിവെള്ള കുപ്പികൾ അമീൻ ബേക്കറിയിൽ സൂക്ഷിച്ചതിന് KV കാറ്ററിംഗ് ഏജൻസിക്കും 10 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിച്ചതിന് ഗ്രാൻഡ് സൂപ്പർമാർട്ട് എന്ന സ്ഥാപനത്തിനും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെന്റ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി. മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാതെ സ്ഥാപനത്തിന്റെ പരിസരത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് പാലക്കോട് ടൗണിലെ തന്നെ അലിമാസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിന് 5,000 രൂപ പിഴ ചുമത്തി. മത്സ്യക്കടയിൽ നിന്നുള്ള മലിനജലം തുറസായി കടയുടെ പുറകുവശത്തേക്ക് പരിസര മലിനീകരണത്തിനും കൊതുക് വളരുന്നതിനും കാരണമാകുന്ന തരത്തിൽ ഒഴുക്കിവിട്ടതിനും സലിം OPയുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യക്കടയ്ക്ക് 10,000 രൂപയും പിഴ ചുമത്തി. തട്ടുകടയിൽ നിന്നുള്ള പാൽ കവർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞതിനും കടയുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനും അയ്യൂബിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയ്ക്കും സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തി. കടയുടെ എതിർവശത്ത് വലിച്ചെറിഞ്ഞ പാൽ കവർ അടക്കമുള്ള മാലിന്യങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് വൃത്തിയാക്കി ഹരിതകർമ്മ സേനയ്ക്ക് നൽകാനും കടയുടമയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ അജയ്കുമാർ KR, സ്ക്വാഡ് അംഗങ്ങളായ ഷെരിക്കുൽ അൻസാർ, അലൻ ബേബി, രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അഖിൽ CK, രാമന്തളി FHC ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.